ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ ഗ്രീൻ മീഡിയ വിഷൻ പ്രേക്ഷകർക്കും നക്ഷത്ര ജ്യോതിഷ ഫലത്തിലേക്ക് സ്വാഗതം. നമ്മൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് നാളുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ നാളുകളുടെയും പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിലും ചില നാളുകാർക്ക് പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ജന്മസമയവും നമ്മുടെ രാശിപ്രകാരമൊക്കെ ഉള്ളതാണ്. 2026 വർഷഫലങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ ശത്രുക്കൾ മുട്ടുമുടക്കുന്ന നാളുകളുണ്ട്. അവരൊക്കെ ഒന്ന് കരുതലോടെ മുന്നേറണം. അപ്പോൾ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളുടെ പ്രധാന കാരണം. കരുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് തുടക്കമുണ്ടാകൂ. പുതുവർഷത്തിന് തുടക്കം വിട്ടപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്ന നക്ഷത്രങ്ങളാണ് ചില നക്ഷത്രക്കാർ. ഗുണദോഷ സമ്മിശ്രമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അവസാന നക്ഷത്രക്കാരിൽ ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 3 നാളുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 3 നാളുകാർ ശ്രദ്ധിച്ചു കേൾക്കുക. അവരുടെ ജീവിതത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, കയറ്റം, ഇറക്കം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു കയറ്റവും ഇറക്കവും ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് കുറെ കയറ്റങ്ങൾ മാത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതിൽ തന്നെ അവസാന നക്ഷത്രക്കാരായ പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. 27 നക്ഷത്ര ഗണങ്ങളിൽ വരുന്ന ഈ 3 നാളുകാർ, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ അവസാന നക്ഷത്രങ്ങളാണ്. ഇനി തന്നെ ഇവിടെ മാറ്റങ്ങൾ വലിയ രീതിയിലാണ് വരാൻ പോകുന്നത്. ഈ സാമ്പത്തിക സ്ഥിരത, അതുപോലെ തന്നെ ആത്മവിശ്വാസം, ആത്മശാന്തി എന്നിവയെല്ലാം നിങ്ങളെ തേടി എത്തുന്ന ഒരു വർഷമാണ് 2026 എന്നതിൽ സംശയമേ വേണ്ട. ഈ 3 നക്ഷത്രക്കാരിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വർഷത്തിന് തുടക്കം മുതൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതും. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രത്തെക്കുറിച്ചും പറയുന്നത്. അതിൽ ഏറ്റവും മികച്ച നക്ഷത്രക്കാരും ദോഷങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന നക്ഷത്രക്കാരും ഒക്കെ ഉണ്ട്. എന്നാൽ പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ, കുബേര തുല്യമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രണയിച്ച് നടന്നവർക്ക് പ്രണയ സാഫല്യം, പുരുഷനായാലും സ്ത്രീയായാലും ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രണയം പൂവണിയാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ കരിയർ, ജോലി, ദാമ്പത്യം, ധനം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വച്ചടി കയറ്റം തന്നെയാണ്. പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, കരിയറിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ്. സഹപ്രവർത്തകർക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിങ്ങളുടെ ജോലിയിൽ സഹായിക്കുകയും ചെയ്യും. അവർ ആരോഗ്യ കാര്യങ്ങൾ അല്പം മുൻകരുതലുകൾ നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. മാസങ്ങളോളം സാമ്പത്തിക സ്ഥിതി മെച്ചമായി നിന്നിരുന്ന ചിലർക്ക് ഇടയ്ക്കൊന്ന് ഡൗൺ ആയിപ്പോയി, അതായത് കുറഞ്ഞു വന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. എന്നാൽ വർഷത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് നേരെ ആയി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകം അറിയാൻ കഴിയും. അല്പം ശ്രദ്ധിച്ച് ചിലവാക്കിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുകയും ആശങ്കകൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുവാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സമയമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ പ്രണയിനികൾക്കും പ്രണയിതാക്കളായ എല്ലാവർക്കും നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചമായ ഒരു സമയമാണ്. വീട് വയ്ക്കുവാൻ അടിസ്ഥാനമൊക്കെ കെട്ടിയിരുന്ന് കാത്തിരുന്നവർക്ക് വളരെ വർഷങ്ങളായി ആ തറ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറി വരികയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സമയം തെളിയുന്നു എന്നുള്ളതാണ്. പൂരൂരുട്ടാതി നക്ഷത്രക്കാര് ജോലിക്ക് കാത്തിരുന്നവർക്ക് മികച്ച ജോലികൾ ലഭിക്കും. വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ്. അതുപോലെ സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുടുംബ സ്വത്തുക്കൾ ലഭിക്കാം. അതുപോലെ തന്നെ പണങ്ങൾ പല രീതിയിൽ ലഭിക്കാം. ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കലാകാരന്മാർക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ വന്ന് കയറുമ്പോൾ അവരുമായുള്ള ഒരു കൂടുതൽ അടുപ്പമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് കടക്കുവാൻ പറ്റുന്ന ഒരു സമയം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ കരകയറും എന്നുള്ളതാണ്. ഇത്രയും നാൾ മനസ്സ് ചഞ്ചലമായി കൊണ്ടിരുന്ന ഒരു സമയമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക്. എന്തായാലും 2026 നിങ്ങൾക്ക് അതൊക്കെ മാറി നല്ലൊരു സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ ഇപ്പോൾ വരുന്ന സമയം കാണിക്കുന്നത്. അത് കഴിഞ്ഞാലുള്ള പിന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ്. അവർ ഒരു സമയത്ത് വളരെ മോശമായ ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് 2026 തുടങ്ങിയപ്പോൾ തന്നെ സമയമാറ്റം വന്നിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അത് മെച്ചമായ രീതിയിൽ പോകും. കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ മറ്റു തൊഴിലുകൾ, അനുബന്ധമായ മറ്റു മേഖലകളിലേക്ക് പോകുന്നവർ, കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമല്ല മറ്റു മേഖലകളിലേക്ക് പോകുന്നവർക്കും, സിനിമ, സീരിയൽ, വ്യവസായ മേഖലകളിലേക്ക് പോകുന്നവർക്കും ഒക്കെ നല്ലൊരു സമയമാണ്. പ്രണയത്തിലും ബന്ധങ്ങളിലും മികച്ച സമയമാണ് കാത്തിരിക്കുന്നത്. ചിലർക്ക് യാത്രയും പഠനത്തിലേക്കുള്ള വഴിയും തെളിയുന്ന ഒരു സമയമാണ്. കൂടാതെ പ്രണയകാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച സമയം എന്ന് പറയുമ്പോൾ പ്രണയബദ്ധരായിരുന്നവർക്ക് സാഫല്യം ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം നടക്കും എന്നുള്ളതാണ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിവാഹത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ സംഭവിക്കും.
അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് നിറവേറാൻ പോകുന്ന സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. 2026 മികച്ച പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല ഒരു നിലവാരത്തിൽ എത്തി നിൽക്കുകയും, അതുപോലെ കലാകാരന്മാർക്ക് മികച്ച സമയമാണ്. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു എങ്ങനെ രക്ഷപ്പെടും, എവിടെ പോകും, എങ്ങനെ പോകും, ഒന്നും ചെയ്തിട്ട് ശരിയാകുന്നല്ലോ എന്നൊക്കെ. പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഒരു സമയത്തിന്റെയാണ്. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാർ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ കൂട്ടുകാരുമായുള്ള സമയങ്ങൾ ചിലവഴിക്കാനുള്ള സമയമാണ്. കുടുംബത്തോടൊപ്പം ദൂരദേശങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള സമയമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിച്ചു കൊണ്ടുപോകുന്ന ഒരു അടിസ്ഥാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നോട്ട് നോക്കി പോകേണ്ട കാര്യമുള്ള മുന്നോട്ട് നോക്കി തന്നെ പോകണം. ഈ 2026 അവസാനത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. വലിയ വീട് വെക്കുവാനും ആഡംബര വാഹനം വാങ്ങുവാനും നല്ല രീതിയിലുള്ള ജീവിതമൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കുടുംബസമേതം സാധിക്കും. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരാണ് അടുത്തത് വരുന്നത്. ഇവർക്ക് മനസ്സിന് ആശ്വാസവും സമാധാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം മികച്ച സമയമാണ് എന്നതിൽ ഒട്ടും സംശയം വേണ്ട. ബന്ധങ്ങളെല്ലാം മികച്ചു നിൽക്കുന്നുണ്ട്. കൃത്യമായ ആശയങ്ങളെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്യും. അതുപോലെ സാമ്പത്തിക സ്ഥിരത അനുകൂലമായി വരുന്നു. നിങ്ങൾ തീർച്ചയായും ഒരു ബാങ്കിങ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. കാത്തിരുന്ന ലോണുകളൊക്കെ ലഭിക്കും. അടയ്ക്കാനുള്ള ലോണുകളൊക്കെ അടച്ചു തീർക്കും. പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വരും. കുടുംബവുമായി നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും. അച്ഛനും അമ്മയ്ക്കുമെല്ലാം നല്ല സഹായങ്ങൾ ചെയ്യുകയും നല്ല മക്കളായി നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ആഡംബര ജീവിതത്തിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാർ. ആഡംബര ജീവിതം നയിക്കുന്നവരാണ് പൊതുവെ പുരുഷനും സ്ത്രീയും ഒക്കെ. പക്ഷെ പുരുഷന്മാർക്ക് കൂടുതൽ മെച്ചമായ ഒരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ ആത്മവിശ്വാസം കൊണ്ട് പല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബസമേതമുള്ള യാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ എല്ലാം നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലികൾ ലഭിക്കുക. നിങ്ങൾ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ നേട്ടങ്ങൾ നിങ്ങളുടെ കൈവളയിൽ എത്തിച്ചേരാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകാൻ കാത്തിരുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് ഒക്കെ ഒന്ന് ചുറ്റിയടിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർ, അതിനൊക്കെ സാമ്പത്തികം ഇല്ലാതിരുന്നവർക്ക് സാമ്പത്തികം പല വഴിയിലും വരും. ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ്, അതായത് നിധിഭാഗ്യമുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് പല രീതിയിലുള്ള ഉയർച്ചകളാണ് ഈ വർഷം കാണിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ, നിങ്ങളുടെ ഈശ്വര ചിന്തയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഉറപ്പായും നല്ലൊരു അവസരങ്ങൾ വരും. കരിയറിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക്. അവസാനത്തെ നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ പുരുഷന്മാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ നഴ്സിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് മെച്ചമായി വീണ്ടും ഉയർന്ന തലത്തിലേക്ക് പോകാൻ കഴിയും. പ്രൊമോഷനൊക്കെ കിട്ടിപ്പോകാൻ പറ്റുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും. തടഞ്ഞു വെച്ചിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സമയം കൂടിയാണ്. എന്തായാലും എല്ലാ ജോലിയിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതിനൊപ്പം സാധ്യതകളും വർദ്ധിക്കുന്നുണ്ട്. പല കാര്യത്തിലും അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ട്. പുതിയ ജോലി, സ്ഥാനക്കയറ്റം എന്നിവയ്ക്കുള്ള യോഗം ഈ നക്ഷത്രം 3 നക്ഷത്രങ്ങൾക്കും ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ രേവതിയും അതുപോലെ ഉത്രട്ടാതിയും പൂരുട്ടാതിയും കുറിച്ചൊക്കെ പറയുന്നത്. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ഒക്കെ മികച്ച നക്ഷത്രങ്ങൾ തന്നെയാണ്, എല്ലാ നക്ഷത്രങ്ങളെയും പോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു നക്ഷത്ര ജ്യോതിഷവുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.